നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സമയത്ത് ഇതിനെല്ലാം തന്നെ പ്രസക്തി ഏറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിലവിലിപ്പോൾ 970 രൂപ വരെ നമ്മളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് ഈടാക്കുന്നത് എന്നുള്ള കാര്യം ഉൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ നൽകുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക കോഡുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരോടും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തേത്, ഗ്യാസ് സിലിണ്ടർ ഏജൻസിയിൽ നിന്ന് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന, നമ്മൾ ബുക്കിംഗ് ചെയ്ത് ഗ്യാസ് സിലിണ്ടർ നമ്മളുടെ വീടുകളിൽ എത്തിച്ച് അത് കണക്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടത് വിതരണ ഏജൻസിയിൽ നിന്നുള്ള പരിശീലനം സിദ്ധിച്ച സ്റ്റാഫുകളായിരിക്കും. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിലവിൽ അവർ ചെയ്യേണ്ട ഒരു കടമ എന്നുള്ളത്. എന്നാൽ പല മേഖലകളിലും ഈ ഒരു സംവിധാനത്തിന് അവർ മുതിരാറില്ല. നമ്മളുടെ വീടുകൾക്ക് സമീപം ഇത് ഇറക്കി വെച്ച ശേഷം മറ്റ് ബിൽ തുകയും കാര്യങ്ങളുമെല്ലാം വാങ്ങി അവർ മടങ്ങുകയാണ് ചെയ്യുക. പക്ഷേ നിലവിൽ ഇത് റെഗുലേറ്ററുമായി ബന്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലീക്കേജ് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ കടമയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർക്ക് അംഗീകൃത ലൈസൻസ് ഉൾപ്പെടെ നൽകി ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് ആക്റ്റീവാക്കി കൊടുക്കുന്നത് തന്നെ. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ഗ്യാസ് സിലിണ്ടറുകൾ പഴക്കം ചെന്നവയായിരിക്കും നമുക്ക് ലഭിക്കുക. എങ്കിൽ പോലും ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ വശത്ത് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 ക്വാർട്ടറുകളായിട്ട് ഇത് തിരിച്ചിരിക്കുകയാണ്. എ എന്നുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങൾ. ഇനി ബി എന്ന് പറയുമ്പോഴത്തേക്കിനും ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന മാസങ്ങൾ. ഇങ്ങനെ 3 മാസങ്ങൾ വീതം എ, ബി, സി, ഡി എന്നിങ്ങനെ ക്വാർട്ടറുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു 2 അക്കവും കാണാൻ സാധിക്കും. അത് നമ്മളുടെ എക്സ്പയറി ആവുന്ന ഇയറിനെ സൂചിപ്പിക്കുന്നതാണ്. 29 എന്നാണെങ്കിൽ 2029, 30 എന്നാണെങ്കിൽ 2030, ഇനി 27 എന്നാണെങ്കിൽ 2027. എ 27 എന്നാണ് കാണിക്കുന്നത് എങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് മാർച്ച് 2027 ഇത് എക്സ്പയറി ആകും എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഗ്യാസ് സിലിണ്ടർ തിരഞ്ഞെടുക്കുന്നതിനും. ഏതെങ്കിലും വിധത്തിൽ എക്സ്പയറി കഴിഞ്ഞ സിലിണ്ടറുകളാണ് നമുക്ക് നൽകുന്നത് എങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മടക്കി നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ജീവനക്കാരെ ബോധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ 14.2 കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ, ഇതിന് ശേഷം ഇന്ധനം കൂടി നിറച്ച ശേഷം 29.5 കിലോയ്ക്ക് മുകളിൽ ഇതിന് ഭാരമുണ്ടാകും. അതായത് 30 കിലോയ്ക്ക് അടുത്ത് ഈ ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഭാരമുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ അളവ് കൂടി കണ്ട് ബോധ്യപ്പെട്ട ശേഷം ഗ്യാസ് സിലിണ്ടർ ഇറക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അളവ് തൂക്ക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഉണ്ടാവണമെന്നാണ് വ്യവസ്ഥ. ഇനി അത് മാത്രമല്ല, നിലവിൽ 922 രൂപയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്, അടിസ്ഥാന വില എന്ന് പറയുന്നത്. ഇനി ഡെലിവറി ചാർജ് കൂടി ഈടാക്കിയാണ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഉപഭോക്താവിനോട് നേരിട്ട് ഒന്നും വാങ്ങാനൊന്നും ഏജൻസിക്ക് നിർബന്ധം പിടിക്കാൻ പോലും പറ്റില്ല. ഡെലിവറി ചാർജ് ഇല്ലാതെ 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്നു. 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ പരിധി വരെ മറ്റൊരു നിരക്ക്, 10 കിലോമീറ്റർ മുതൽ 15 വരെ മറ്റൊരു നിരക്ക്, 15 കിലോമീറ്ററിന് മുകളിൽ മറ്റൊരു ചാർജ്. പരമാവധി 980 രൂപ വരെയൊക്കെ ഈടാക്കാനാണ് വ്യവസ്ഥയുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.